ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. സ്ട്രോ കൊടുത്തു നോക്കാം, സർപ്രൈസ് ആവില്ലെന്ന് അറിയില്ല. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നിപ്പോൾ ഹീബൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 ബർത്ത്ഡേക്ക് ഞാൻ ഗോൾഡും പിന്നെ മോതിരം അതേമാതിരി തന്നെ വാച്ച് ഫോൺ അങ്ങനെയൊക്കെ കൊടുത്തു. പക്ഷേ ഈ പ്രാവശ്യം ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹെൽത്തി എന്താ പറയുക ഹെൽത്തി ഗിഫ്റ്റ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് 2-3 ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കും. എന്നിട്ട് നാളെ ഞാൻ പോയിട്ട് അത് വാങ്ങിച്ചിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾക്ക് ബർത്ത്ഡേക്ക് ഓരോ ഗിഫ്റ്റ് എല്ലാ കൊല്ലം കൊടുക്കുന്നതാണ്. ഈ പ്രാവശ്യം പിന്നെ ഗിഫ്റ്റ് ഒന്നുമില്ല. ഈ തൽക്കാലം ആ വലിപ്പ് കയറുന്നു ഏറ്റവും താഴത്തുള്ള അതേ ഉള്ളൂ. പങ്കിത് ബർത്ത്ഡേക്ക് ഞാൻ കൊണ്ടുവന്നു ഏറ്റവും താഴത്തെ only this. കണ്ടോ, അതാ നമ്മളെ വൈഫ്. നമ്മളെ വൈഫിന് എന്ത് കിട്ടിയാലും മതി. കണ്ടോ, ഉറപ്പിന് മുട്ടായി കൊടുത്താൽ ആളെ ഹാപ്പിയാ അല്ലേ? അങ്ങനെ 30 വയസ്സായി. 25 കഴിഞ്ഞു. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടില്ല. ഇനി എന്തുകൊണ്ടാ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഈ പ്രാവശ്യം ഹെൽത്തി ആക്കാന്ന് വിചാരിച്ചു മൊത്തം. പൈസ അല്ല, ഒന്നൊക്കെ കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, ഇന്നാണ് ഇവൻ്റെ ബർത്ത്ഡേ. ഇന്നലെ രാത്രി ഞാൻ ചെറിയ ചോക്ലേറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം അതുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിയായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലെത്തിക്കുന്നുണ്ട്, ഓളെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ആ സർപ്രൈസ് കൊടുക്കാമെന്ന്. സർപ്രൈസ് ഞങ്ങൾ വിചാരിക്കുന്ന ഒരു മാരക സർപ്രൈസ് ഒന്നും അല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാവശ്യം ഞാൻ ഡിഫറെൻ്റ് ആയിട്ടൊരു ഹെൽത്തി, അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഹെൽത്തി സർപ്രൈസ് എന്നാണ്. കുറച്ച് ഹെൽത്തി ആയ സാധനങ്ങൾ വാങ്ങിച്ച് കൊടുക്കുക ഒരു വെറൈറ്റിക്ക്. അപ്പോൾ അതാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഞാൻ എന്തായാലും സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അത് വാങ്ങിച്ചിട്ട് വേണം ഇവനെ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തുള്ള സർപ്രൈസ് ആക്കാൻ. അപ്പോൾ നമുക്കത് കാണാം. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ആൽമണ്ട്, അതേമാതിരി കാഷ്യൂ, പിസ്ത, ഇപ്പോൾ റൈസിന് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ വേറെ നോക്കിയിട്ട് ഇവിടുന്ന് വാങ്ങിക്കണം, നല്ലതൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇങ്ങനത്താണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നട്ട്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫ്രൂട്ട്സിലേക്ക് പോവാണ്. അതും ഹെൽത്തി ആയ ഫ്രൂട്ട്സ് കേട്ടോ. ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നല്ല കിവിയാണ്. പിന്നെ ഇവിടുത്തെ ബ്ലാക്ക് ബെറി ഉണ്ട്, അതേമാതിരി തന്നെ സ്ട്രോബെറി ഉണ്ട്, ഫിഗ് ഉണ്ട്. അപ്പോൾ അതേ നോക്കിയിട്ട് അടുത്തെടുക്കണം കേട്ടോ. നല്ല ബോക്സിലാക്കിയിട്ട് ആപ്പിളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലുലുന്ന് സാധനമൊക്കെ വാങ്ങിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ളും എന്താ പറയുക ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും അങ്ങനെയൊക്കെയാണ്. ഞാൻ ചിലപ്പോൾ ഇത് കണ്ടാൽ ഞെട്ടു. എന്താ പറയുക, ഓൾറെഡി ഞാൻ ഇന്നലെ കൊടുത്തിരുന്നു ഒരു ചെറിയൊരു ഗിഫ്റ്റ്. അപ്പോൾ അതോടെ കഴിഞ്ഞാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും എന്താ പറയുന്നത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഉള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നല്ല വെയിലാണ് ഇവിടെ. ഇപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിനെ കൂട്ടിയാണ് വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം അവൾക്ക് വൂളനുകളൊക്കെ ഭയങ്കര ഇഷ്ടം. അത് വെച്ചിട്ടിപ്പോൾ കുഞ്ഞു ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ അതിൻ്റെ ഒരു ക്രേസാണ്. അപ്പോൾ ഇനി അങ്ങനത്തെ കുറച്ച് 2-3 സാധനങ്ങൾ കൂടി എനിക്ക് എന്താക്കണം പോയിട്ട് വാങ്ങണം. അപ്പോൾ ഇനി അങ്ങോട്ടാണ് അടുത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച കുറച്ച് കാര്യങ്ങളാണല്ലേ ഇത് ഇന്നസെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താക്കുക ഒരു ഞാനൊരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ക്യൂട്ട് കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ ഞാൻ അതിലേക്ക് ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ, ഉണ്ടാവാൻ ചാൻസ് ഇല്ല, നോക്കട്ടെ എന്നാലും. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ പാക്കിംഗ് ആയിട്ട് അനിയത്തിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പാക്ക് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താക്കി വരുന്ന വഴി ഞാൻ പറഞ്ഞില്ല വുഡനിലൂടെ എന്നൊരു സംഭവമുണ്ട് ഇവിടെ ഇങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കുന്നത്. അതും വാങ്ങിച്ച് എക്സ്ട്രാ സ്ട്രോബെറിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക കൊടുത്തു നോക്കുക, സർപ്രൈസ് ആവില്ലെന്ന് അറിയില്ല. ഞാൻ ഇവിടെ വരുമെന്ന് വെച്ചിട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക കളി സൈഡിൽ വെക്കുക, എന്നിട്ടൊന്ന് ബെല്ലടിച്ച് വെക്കുക. ഞങ്ങൾ ദേഷ്യത്തിലാണ്, ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് വരില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിന്. നമ്മൾ കൊടുത്തു വെക്കുക. അതൊരു ഗമ പിടിച്ച താങ്ക് യു. ഇവിടെ ദാറ്റ്സ് കോൾഡ് നമ്മളൊരു വെറൈറ്റി കൺസെപ്റ്റ് പിടിച്ച് ഈ പ്രാവശ്യം. അപ്പൊ ഈ പ്രാവശ്യത്തെ ആഷിഖാന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടോ. അപ്പൊ ഇതെനിക്ക് കുറച്ച് നേരത്തെ കിട്ടി, വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതിൽ ഞാൻ നോക്കുന്ന സമയത്ത് ഫുള്ള് കഴിക്കാനുള്ള സാധനങ്ങളാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഞാനിങ്ങനെ നോക്കിയൊക്കെ എന്തൊക്കെ ഉള്ളതായി ക്യൂരിയോസിറ്റിന്റെ പുറത്തേ. അപ്പൊ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തിൽ വീഡിയോ എടുക്കാന്ന് പറഞ്ഞതാണ് ആഷിഖാന്റെ അടുത്ത്. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ശരിക്കും കള്ളനാണ് ആഷിഖ. ഇന്ന് രാവിലെ തന്നെ എൻ്റെ അടുത്ത് തെറ്റിയിട്ട് രാവിലെ തന്നെ എണീറ്റ് പോയിട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ വിളിച്ചു നോക്കി നോമ്പെടുക്കാൻ വരുമെന്ന് ചോദിച്ചപ്പോൾ വരില്ല പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ കുറെ പ്രാവശ്യം ഞാൻ ചോദിച്ചു, വരും ആഷിക വരില്ല പറഞ്ഞു. പിന്നെ ഉണ്ട് കറക്റ്റ് 5 ആവുമ്പോ അല്ലേ, എത്ര മണിക്കാ വന്നേ,
5:30 ആകുമ്പോണ്ട് വന്നിക്കണ്. എന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ തന്നു. പിന്നെ തെറ്റിയത് ഞാനാണ് തെറ്റിയതെങ്കിലും തെറ്റിയത് ലാസ്റ്റ് വരെ ആഷിക്കന്നാണ്. ഞാൻ തെറ്റിയാലും ആഷിക തെറ്റിയാലും ആഷിക്കാണ് ലാസ്റ്റ് തെറ്റിയത്. അപ്പൊ നമുക്ക് ഇതിലെന്തൊക്കെയാ ഉള്ളത് നോക്കിയാലോ അല്ലെ. അപ്പം ഫസ്റ്റ് എന്താണ് എടുക്കേണ്ടത്? നല്ല ബാഗ്. അത് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ബർത്ത്ഡേക്ക് ഇത്രയും കൂടുതൽ സാധനങ്ങൾ കിട്ടുന്നു കേട്ടോ. ഗിഫ്റ്റ് ഈ പ്രാവശ്യം ആശിക്കാം എനിക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കുറെ സാധനങ്ങളാണ് വാങ്ങിച്ചു തന്നത്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വാൾനട്ട്. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചിരുന്നതിന് റീസൺ ഉണ്ട്, നമുക്ക് വേറൊരു വീഡിയോയിൽ പറയാം അല്ലേ. ഞാൻ പറഞ്ഞു ഓൾറെഡി അത് മാത്രമാണ് കുറച്ചൊരാണ് ഹെൽത്തി, ബ്രൗണിയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കാണിച്ചു കൊടുത്ത സാധനങ്ങളാ കുറച്ച്. ഓ അപ്പൊ ഞാൻ വെറുതെ ആണ് അൺബോക്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് കാണും. യെസ്, ഇത് നമുക്ക് എന്നാന്ന് കഴിച്ചു നോക്കാം. ഇല്ല കഴിച്ചു നോക്കട്ടെ. ഡാർക്കാണത്. ഡാർക്ക് പറയുമ്പോ ഹെൽത്തി അല്ലേ? ഇല്ല, എനിക്ക് തന്നെ ഗിഫ്റ്റ് ഒന്ന് വാങ്ങിച്ചു കഴിക്കുന്നു. എനിക്ക് വാങ്ങിയപ്പോൾ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അതിന്റെ ടേസ്റ്റ് അറിയാൻ. ഞാൻ ഇതിന്റെ വേറെ മോളിലാണ് തിന്നത്. രസമുണ്ടോ? ഒന്നോട്ടെ. ഡാർക്കാന്ന് അറിയുന്നില്ല കേട്ടോ. ഡാർക്ക് അല്ലേ? അതിന്റെ മോൾ ഡാർക്ക് ചോക്ലേറ്റ് നല്ല ഈസി. ആ ബ്ലൂബെറിന്റെ ചോയ ഉണ്ടല്ലേ? അല്ലേ ഡാർക്കാണ്. ആ ബ്ലൂബെറിന്റെ അതാ ചോക്ലേറ്റ് ഡാർക്കാണ്. പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് നമുക്കൊരു കൈപ്പുള്ള ചോയല്ലേ? ചോക്ലേറ്റ് അത് ഇല്ലേ, അതുകൊണ്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് യോഗട്ട്. ആ ചോക്ലേറ്റ് മുക്കി തിന്നാ വാങ്ങിച്ചാ. ആ ചോക്ലേറ്റില് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് കേട്ടോ. ഇതല്ലേ ശരിക്കില്ല, നമ്മളെ ചീസ് ഇല്ലേ, ക്രീം ചീസ് നിങ്ങൾക്ക് തരാണ്ട് ഞാൻ മൊത്തം കഴിച്ചു കഴിഞ്ഞ പ്രാവശ്യം. നല്ല ടേസ്റ്റ് എനിക്ക് അറിയാം. പക്ഷെ ഇതല്ലടി കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ബ്ലൂബെറി ഫ്ലേവർ പ്ലെയിൻ അല്ലേ? കിവി ഒരു ബോക്സ് ഉണ്ടല്ലേ? ആശയൊക്കെ ഫുൾ വെറൈറ്റി പ്രാവശ്യം പിടിച്ചു. നമ്മള് മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറെ കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചോണ്ടെന്ന് മൊത്തം ഈ പ്രാവശ്യം ഞാൻ നോക്കിക്ക താഴത്തതാ. പക്ഷെ കണ്ടിട്ട് നല്ല ലുക്ക് ഉണ്ട്. നെക്സ്റ്റ് അത് ഉണക്കമുന്തിരി. അതും ഹെൽത്തി, ഫുൾ ഹെൽത്തിയിലാണ് ഞാൻ പിടിച്ചത്. നന്നാവട്ടെ എൻ്റെ ആരോഗ്യമൊക്കെ. കാഷ്യൂനട്ട്. ഇത് ആക്ച്വലി ഇത് തീർന്നീനു കേട്ടോ. അത് തീർന്നു, എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ തന്നെ വാങ്ങിച്ചു. ഇതും തീർന്നീനു. പിസ്ത ഈ പ്രാവശ്യം ഞാൻ വാങ്ങിച്ചാ പോലെ ലാസ്റ്റ് കഴിച്ചിട്ട് ഓരോന്ന് കഴിച്ച് പോവാം. ആലോചിച്ചു എന്താ അവസ്ഥ? ചെറിയ കഷ്ടം മതി. ഇനി തിന്നിട്ടല്ലേ? എന്താണ് സംഭവം? ഞാൻ എപ്പോഴൊക്കെ അങ്ങനെ പറയലുണ്ട് എനിക്ക് കഴിക്കണം, അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് ഈ കവറിലാണ് ഒരു സാധനം ഉള്ളത്. കവറിൽ പല സാധനം. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിരിക്കണം ഇത് വാങ്ങിച്ചോണ്ടി തരാൻ. പക്ഷെ വാങ്ങിച്ചില്ല, മറന്നു പോകും. പക്ഷെ ഇപ്രാവശ്യം കറക്റ്റ് ഓർമ്മിച്ചെങ്കിൽ അതാണ് എനിക്ക് എന്തൊക്കെയാണോ വരും. കാരണം ഈ ഒരു ടൈമില് എന്താ അറിയില്ല, ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വീഡിയോ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് കോർഷ്യന്റെ കുറെ ഡ്രസ്സിന്റെ വീഡിയോസും അപ്പൊ എനിക്ക് 2-3 ദിവസമായിട്ട് തുടങ്ങിയതാ ഇതിങ്ങനെ ഉണ്ടാക്കാം. അപ്പൊ അത് തീർന്നിട്ട് 2-3 ദിവസമായി. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, ഫുള്ളൊന്ന് കംപ്ലീറ്റ് ആവായിട്ടേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താക്കണം പറയാം, അത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. അപ്പൊ ഞാൻ കുറെ ദിവസമായി പറയണ്ട ആശിക അതൊന്ന് വാങ്ങിച്ചോണ്ടാ അപ്പോഴൊക്കെ മറന്നു പോയി വരുമ്പോ എന്ന് പറയും. ഇപ്പൊ ഉണ്ട് അത് വാങ്ങിച്ച്. ഇനി വേറെ സാധനം മോളെ
അതാണ് Dragon fruit. പൊട്ടിക്കുന്നില്ല. ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ഹെൽത്തി ഉള്ള ഫ്രൂട്ടാണ്. ഹെൽത്തി നോക്കി പിയസ് അതും പിയസ് ഏറ്റവും ടോപ്പ് പിയസ് അല്ലൂലു അല്ലേ? പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ പിയസ്. ഞാന് കുറച്ചു മുന്നേ ആദ്യമായിട്ട് കഴിക്കാം സ്ട്രോബെറി. ഇതുവരെ പറ്റിക്കും അടിയിലേക്ക്. പക്ഷെ നിങ്ങൾ വാങ്ങിച്ച സ്ട്രോബെറി 2-3 കൂടെ ബാക്കി ഉണ്ടേനോ? ഈ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോ കുഴപ്പമില്ല, നൈസാ. ഞാൻ താഴത്തൊക്കെ നോക്കി കഴിഞ്ഞ അതിലുള്ള. അപ്പൊ ഇത്രയാണ് ഞാൻ ഈ പ്രാവശ്യം ഇവക്ക് എടുത്തേക്ക്. ഇത്രയും സാധനങ്ങളാണ്. അപ്പൊ അൺബോക്സ് ചെയ്തില്ല എന്നാലും പറയുന്നതല്ലോ. അതെ, അപ്പൊ അങ്ങനെ കാണിവ. അപ്പൊ നമ്മളെ സാധാരണ നമ്മള് ബർത്ത്ഡേ ഒക്കെ ഇതൊന്നല്ല, വേറെ ടൈപ്പ് ഗിഫ്റ്റ് കൊടുക്കുക. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ മാതിരി. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചൊന്ന് ഹെൽത്തി ആയി. ഈ പ്രാവശ്യം ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശിക്ക വേണ്ടാണ്ട് കുറെ സാധനങ്ങൾ വാങ്ങിച്ച് കൊണ്ടുവരുന്നത്. അതിനുവേണ്ടി ആദ്യം വാണിങ് ഒന്നും വാങ്ങിക്കരുത്, ഒരു ഗോൾഡ് അങ്ങനത്തെ ഒന്നും വാങ്ങിക്കരുത്. ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ വെറൈറ്റിക്ക് ഒരു യൂസ്ഫുൾ ഇതില് ഒറ്റൊന്നു പോലും അനാവശ്യമില്ല, വേണ്ടാത്തൊരു സാധനം ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയ സാധനങ്ങളാ. അത് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ പ്രാവശ്യം ഗിഫ്റ്റ് കൊടുത്തത്. അതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ടുവരാം, വെറുതെ ഉള്ള പൈസ മൊത്തം കളഞ്ഞിട്ട്. എനിക്ക് ബാഗാണ് ഇഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ക്യൂട്ട്, നമുക്ക് ഇനി യൂസ് ചെയ്യാം. മറ്റേ പേപ്പർ ബാഗ് ഇല്ല, പക്ഷെ നല്ല ബാഗ്. അപ്പൊ അത്രേ ഉള്ളു അല്ലേ? അപ്പൊ ഇതാണ് നമ്മളൊരു ബർത്ത്ഡേ സർപ്രൈസ്. പിന്നെ നിങ്ങൾക്ക് ഫുൾ പരിപാടിയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം നടന്ന പരിപാടി നമ്മൾ നിക്ക ആനിവേഴ്സറി ആണ്. അത് നിങ്ങൾക്ക് 6 മാസം കൂടുമ്പോ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് വെച്ചവർക്ക് നമ്മൾ ആഗസ്റ്റിൽ വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. ഇത് നിക്ക ആനിവേഴ്സറി ആണ്. ഇനി ഇത് ബർത്ത്ഡേ, അടുത്ത മാസം എന്റെ ബർത്ത്ഡേ മെയില്. അങ്ങനെയാണ് നമ്മൾ പരിപാടികൾ അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ട സപ്പോർട്ട് എല്ലാവർക്കും താങ്ക് യു. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗിൽ കാണാം. ബൈ.